എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സ്വന്തം മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണ് വിക്രം. അങ്ങോട്ടേക്ക് വരുന്ന വേദ വിക്രമിനെ പേടിപ്പിച്ച് ഉണർത്തുകയാണ്. ദേഷ്യത്തോടുകൂടി വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടി വട്ടായോ? മറുപടിയായി വേദ, അതെ, എന്താണെന്നറിയത്തില്ല, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വട്ടാവുന്നുണ്ട്. എന്താ ആ വട്ട് നല്ലതല്ലേ എന്ന് വേദ ചോദിക്കുമ്പോൾ മറുപടിയായി വിക്രം, ആ വട്ട് മാറ്റാനുള്ള മരുന്നൊക്കെ എനിക്കറിയാം, അതൊന്നും നിങ്ങൾക്കറിയില്ലെന്ന് വേദ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് കേൾക്കുന്ന വിക്രം ദേഷ്യപ്പെടുന്നുണ്ട്. മറുപടിയെ വേദ, പതുക്കെ, കുറച്ച് പയ്യെ പറയ്, ആ നന്ദിനിയെടുത്തി ഇതിന് ചുറ്റും എവിടെയെങ്കിലുമൊക്കെ കാണും. നമ്മൾ തമ്മിലുള്ള പ്രണയസല്ലാപങ്ങളൊക്കെ ആ നന്ദിനിയെടുത്തി എന്തിനാ കേൾക്കുന്നതെന്ന് വിക്രമിനോടെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വിക്രം, നിനക്കൊരു നാണമില്ലേ എന്ന് ചോദിക്കുന്നു. മറുപടിയെ വേദ, ഭർത്താക്കന്മാരുടെ അടുത്ത് ഭാര്യമാർ എന്തിനാ നാണിക്കുന്നത്? നീ ഒരു കടുപ്പൊട്ടം തന്നെ. ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് വിക്രം. വേദ പിന്നാലെ ചെന്ന് പത്രത്തിൽ വന്ന ഒരു ന്യൂസ് കാണിക്കാനുണ്ടെന്ന് പറയുന്നു. റൂറൽ എസ് പി ആയിട്ട് ചിത്രലേഖ ശശിധരൻ ചാർജ് എടുത്തിരിക്കുന്നുവെന്ന്. ഇത് കേൾക്കുന്ന വിക്രം, അതിന് ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നു. മറുപടിയായി വേദ, എസ് പിയുടെ ജൂറിസ്ഡിക്ഷനിലാണ് ഈ ഏരിയ ഒക്കെ വരുന്നത്. ആദ്യം തന്നെ അവർ രാഷ്ട്രീയക്കാരുടെ ഗുണ്ടകളെ ഒതുക്കാനാണ് നോക്കുന്നത്. അതും ഈ പത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വായിച്ചു നോക്കെന്ന് പറഞ്ഞ് വേദ ആ പത്രം നീട്ടുന്നു. വേദ തുടരുകയാണ്. അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രീകാര്യ ശ്രീനിവാസന്റെ ഗുണ്ടയായിട്ടുള്ള വിക്രം സുധാകരനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്. ഇത് കേട്ടപാടെ വിക്രം പേടിയോടുകൂടി ആ പത്രം മുഴുവൻ അരിച്ചു പറക്കുകയാണ്. എന്തേ കാണുന്നില്ലേ എന്ന് വേദ ഇപ്പോൾ ചോദിക്കുന്നു. വേദ ഇപ്പോൾ ചെറുചിരിയോടെ കൂടി ഒരു കാര്യം പറയുന്നുണ്ട്. ചാർജ് എടുത്തുനിന്ന് മാത്രം പറഞ്ഞതാണ് സത്യം, രണ്ടാമത് പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് വിക്രമിനോടായി അറിയിക്കുന്നു. അപ്പോൾ പോലീസ്, കോടതി എന്നൊക്കെ പറഞ്ഞ വിക്രമിന് പേടിയുണ്ടല്ലേ എന്ന് വേദ ചോദിക്കുന്നു. എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരുന്നോ, നിങ്ങളുടെ ശ്രീകാര്യം ശ്രീനിവാസനെ അവർ പൂട്ടും. പുതുതായി വരുന്ന എസ് ഐ അത്ര നിസ്സാരക്കാരിയൊന്നുമല്ല. ഇത് കേൾക്കുന്ന വിക്രം, അതിനെന്തിനാണ് പൂട്ടുന്നത്? മറുപടിയെ വേദ, അയാളെ പോലൊരു സാമൂഹ്യ വിരോധിയെ പിന്നെ വെച്ചോണ്ടിരിക്കണോ? ഇത് കേൾക്കുന്ന വിക്രം, നീ എന്താ പറഞ്ഞത്? സാമൂഹ്യ വിരോധിയായ ശ്രീകാര്യം ശ്രീനിവാസൻ. ഇത് കേട്ടപാടെ വിക്രം വേദയെ അടിക്കാനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ വേദയിൽ ഒരു ഓടിപ്പിടുത്തം ഉണ്ടാവുന്നു. വേദ നേരെ ചെന്ന് വീഴാൻ പോകുന്നത് സുധാകരൻ മാഷിന്റെ മേലത്തേക്കാണ്. ഇത് കാണുന്ന കമല ദേഷ്യത്തോടുകൂടി വിക്രമിനോടെ ചോദിക്കുന്നു, എന്താടാ ഇതൊക്കെ? കമല തുടരുകയാണ്, ഓരോ ദിവസം തോറും ഈ വീട്ടിലേക്ക് ദുരന്തങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾക്കൊക്കെ കളി വിളയാട്ടം. ഇത് കേട്ടുകൊണ്ട് കൂടെ പിടിക്കാനായി നന്ദിനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മ പറഞ്ഞ ശരിയാ, ഇതൊരു തരം പുതിയ രീതിയിലുള്ള കളിയാ. വേദ വിക്രമിനെ സാമൂഹ്യദ്രോഹി എന്നൊക്കെ വിളിക്കും. അടിക്കാനായി വിക്രമം പിന്നാലെ ചെല്ലും. ഇതിന് മറുപടിയായി വേദ, അയ്യോ, ഞാൻ വിക്രമിനെയൊന്നും അല്ല വിളിച്ചത്. വേദ അത് പറഞ്ഞിട്ടും അത് സമ്മതിക്കാൻ നന്ദിനി കൂട്ടാക്കുന്നില്ല. നന്ദിനി തുടരുകയാണ്, ഈ കുടുംബം നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടതും വിശ്വേട്ടൻ ജയിലിലാവാനുമെല്ലാം നീ കൂടി കാരണമാണെന്ന് വേദയോടായി പറയുന്നു. എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാതെ ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ട് നടക്കുക, നാണമില്ലല്ലോ നിനക്കെന്ന് വേദയോടായി ചോദിക്കുന്നു. ഇത് കേട്ടപാടെ വിക്രമിന് ദേഷ്യം വരുന്നു. നന്ദിനിയെടുത്തി, എന്ത് വർത്താനീ പറയുന്നത്? ഇവള് ശ്രീനിസാറിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും ശ്രീനിസാറിനെ പറ്റി അങ്ങനൊക്കെ പറഞ്ഞാൽ ഞാൻ അടിക്കും. ഇത് കേൾക്കുന്ന മാഷ്, എന്നാ പിന്നെ നീ എന്നെ അടിക്കടാ എന്ന് അവനോടായി പറയുന്നു. നന്ദിനി പറഞ്ഞതുപോലെ വേദ സാമൂഹ്യദ്രോഹി എന്ന് വിളിച്ചത് അയാളെ ആണെങ്കിൽ അത് 100% ശരിയാണ്. ഞാനെന്താ ഇപ്പൊ അയാളെ അങ്ങനെ വിളിക്കുന്നു? യുവാക്കളുടെ മുഴുവൻ ഭാവി ഇല്ലാതാക്കുന്ന അയാളൊരു സാമൂഹ്യദ്രോഹി തന്നെ. എന്നിട്ട് വിക്രമനോടെ ചോദിക്കുന്നു, എന്താ നിനക്കെന്നെ തല്ലണോ? ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന കമല, മാഷ് എന്തൊക്കെയാ പറയുന്നേ? അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് കാണത്തില്ല. അതിന് കൂട്ടുപിടിക്കുന്നുണ്ട് നന്ദിനിയും. അല്ലേലും അച്ഛാ, ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം വേദ തന്നെയാണ്. വേദ കാരണമാണ് വിശ്വേട്ടൻ ജയിലിൽ കിടന്നത് പോലും. മാഷ് ഇപ്പോൾ വേദയ്ക്കായി സംസാരിക്കുന്നു. വേദയോടല്ല, വിക്രമനോടുള്ള ദേഷ്യം കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. എൻ്റെ മകനൊരു ഗുണ്ടയല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആകില്ലായിരുന്നു എന്ന് മാഷ് പറയുന്നു. ഇവർക്ക് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നിന്റെ ഭർത്താവിനെ കൂടി ഉപയോഗിച്ചു എന്നുള്ള കാര്യം നീ മറക്കണ്ടെന്ന് മാഷ് നന്ദിനിയോടെ പറയുന്നു. വേദ ഇപ്പോൾ സുധാകരൻ മാഷിനോടെ പറയുന്നുണ്ട്, വിക്രമിനെ സീരിയസ് ആയിട്ടൊന്നും തല്ലാൻ വന്നതല്ല, അങ്ങനൊന്നും ചെയ്തില്ല എന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായതാണ്. പെട്ടെന്ന് തമാശയ്ക്ക് ഓടി വന്നപ്പോൾ അച്ഛൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല, അതാ വന്നിടിച്ചത്, സോറി എന്ന് വേദ പറയുന്നു. ഇപ്പോൾ ഇതിനുള്ള മറുപടി, മാഷ്, എൻ്റെ മക്കൾക്കിടയിൽ തമാശയും ചിരിയും കളിയും ഒക്കെ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അതെനിക്കും സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞ് മാഷും കമലയും അകത്തേക്ക് പോകുന്നു. നന്ദിനിയോടായി വേദ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തായി ഇപ്പോ? ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യത്തോടു കൂടി നന്ദിനി വിക്രമിനോടായി പറയുന്നു, എടാ നീ ഒരു ഗുണ്ടയല്ലേ, നീയൊക്കെ എവിടുത്തെ ഗുണ്ടയാണ്? പിറ്റേ ദിവസം വേദ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയായിരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് ശ്രീജ എടുത്തി. എടുത്തിയെന്ന് വേദ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നാണ് എടുത്തി മറുപടിയായി പറയുന്നത്. അതല്ല, എന്തോ പറയാനുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് വേദ വീണ്ടും ചോദിക്കുമ്പോൾ ശ്രീജ മറുപടിയായി, അത് ഞാൻ കുറെ നാളുകൾ കൊണ്ട് പറയണമെന്ന് വിചാരിച്ചതാ. വിശ്വേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് തന്നെ വിശ്വേട്ടനെ പുറത്തിറക്കാനായിട്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാനൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല. കേൾക്കുന്ന വേദ, അത്തരം ഫോർമാലിറ്റീസ് ഒക്കെ നമ്മൾക്കിടയിൽ വേണോ? അത് വേണ്ട.
പക്ഷെ എന്നാലും ഒരു സോറി പറയണമെന്ന് എനിക്ക് തോന്നിയെന്ന് ശ്രീജ. ഇത് കേൾക്കുന്ന വേദ എന്തിന്? മറുപടി ശ്രീജ, വിശ്വേട്ടനകത്ത് കിടന്ന സമയത്ത് ഞാൻ നിന്നോട് അല്പം മോശമായിട്ട് പെരുമാറിയില്ലേ? നീ കാരണമാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് ഞാനും കുറച്ച് വിശ്വസിച്ചു പോയി. എന്റെ മനസ്സിൽ അതൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് വേദയോടെ ചോദിക്കുന്നു. മറുപടി വേദ, വിശ്വേട്ടൻ ജയിലിൽ കിടന്ന സമയത്ത് സങ്കടവും ദേഷ്യവും കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഞാൻ ഇപ്പോഴും നടക്കണോ? നിങ്ങളുടെയൊക്കെ ഉള്ളില് എന്നോട് തരുമ്പം ദേഷ്യമില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെയെന്ന് വേദ. മറുപടി ശ്രീജ, അല്ലെങ്കിലും എനിക്ക് നിന്നോടങ്ങനെ ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല. നീ പറഞ്ഞത് ശരിയാണ്. അന്ന് ഞാൻ പറഞ്ഞത് മുഴുവൻ വിഷമം കൊണ്ടായിരുന്നു. ഈച്ച ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? എന്താണെങ്കിലും ചോദിക്കാനായിട്ട് വേദ പറയുകയാണ്. അങ്ങനെ ശ്രീചേട്ടത്തി വേദയോടെ ചോദിക്കുന്നു, ഈ വീട്ടിലേക്ക് എല്ലാ എതിർപ്പുകളോടും കൂടി കടന്നു വന്നപ്പോൾ നീ വിചാരിച്ചിരുന്നോ നിനക്ക് ഇങ്ങനൊരു സ്വീകാര്യത ഇവിടെ കിട്ടുമെന്ന്? അമ്മയും ശ്രീചേട്ടത്തിയൊക്കെ എന്നെ ഈ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ തന്നെ അന്നേ കണ്ടില്ലേ? അവസാനം പുറമേക്ക് അംഗീകരിക്കാതിരുന്ന അച്ഛൻ പോലും എന്നെ മകളായിട്ട് സ്വീകരിച്ചില്ലേ? ടീജി ഇപ്പോൾ മറ്റൊന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അംഗീകരിക്കേണ്ടയാള് നിന്നെ അംഗീകരിച്ചോ വേദ? നിങ്ങൾ തമ്മിലുള്ള എല്ലാ വഴക്കുകളും സ്നേഹത്തിന്റെ പലതരം പ്രകടനങ്ങളാണ് എന്നൊക്കെ വിശ്വസിക്കാനായിരുന്നു ആദ്യമൊക്കെ എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ അതൊക്കെ അങ്ങനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരിക്കും നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് ഒരടുപ്പ് ഇപ്പോഴും വന്നിട്ടുണ്ടോ എന്ന് വേദയോടെ ചോദിക്കുന്നു. മറുപടി വേദ, എടുത്ത് എന്താ പറഞ്ഞു വന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞങ്ങൾ ഇതുവരെയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു വന്നിട്ടില്ലല്ലോ എന്നല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്നാണ് ശ്രീചേട്ടത്തി ചോദിക്കുന്നത്. മറുപടി വേദ, അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകളെ കുറിച്ച് എടുത്തി കേട്ടിട്ടില്ലേ? ഒന്നിച്ച് ജീവിക്കാനും ഒന്നിച്ച് കഴിയാനുമുള്ള ആഗ്രഹങ്ങൾ അവർ മനസ്സിൽ വർഷങ്ങളോളം സൂക്ഷിക്കില്ലേ? 2 സ്ഥലങ്ങളിൽ 2 സാഹചര്യങ്ങളിൽ വർഷങ്ങളോളം ജീവിക്കേണ്ടി വരുമ്പോൾ പോലും അവരുടെ ഇഷ്ടത്തിന് വല്ല കുറവും പറ്റിയിട്ടുണ്ടോ? നാൾക്ക് നാൾ അവർ തമ്മിലുള്ള ഇഷ്ടം വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന ശ്രീചേട്ടത്തി, അതൊക്കെ പ്രണയിക്കുന്നവർ തമ്മിലല്ലേ? നിങ്ങൾ പക്ഷേ ഇപ്പോൾ വിവാഹം കഴിച്ചവരല്ലേ? ഇത് തുടരുകയാണ്. ഞങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാനും വിക്രമും തമ്മിൽ കടുത്ത പ്രണയത്തിലാണ്. ആ പ്രണയത്തിന്റെ മൂർധന്യതയിൽ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങും. പക്ഷെ അതിനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ലെന്ന് മാത്രം. കാണുന്നവർക്ക് പിടികിട്ടാത്ത ഒരു വിചിത്ര പ്രണയമാണ് ഞങ്ങളുടേത്. കാണുന്നവർക്ക് ചേർച്ചയില്ലെന്ന് തോന്നും. അതുകൊണ്ടായിരിക്കും ശ്രീജയെടുത്തിയും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാര്യം. മറുപടി ശ്രീജ, ഞാൻ ചേർച്ചയില്ലെന്നല്ല പറഞ്ഞത്. ഇതാ വീണ്ടും പറയുന്നുണ്ട്. മനസ്സിലായി. മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രണയം പുറത്തേക്ക് കാണുന്നില്ല എന്നല്ലേ ഇടത്തെ പറഞ്ഞത്? മറുപടി വേദ, അതൊന്നും സാരമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന്റെ രീതികളൊക്കെ ഇങ്ങനെയാണ്. ഒരു കാര്യം എടുത്തി ഉറപ്പിച്ചോളൂ, ഞങ്ങൾക്ക് തമ്മിൽ അകന്നിരിക്കാനൊന്നും ആവില്ല. അങ്ങനെ വേദ എടുത്തിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിക്രം വേദയോടെ ചോദിക്കുന്നുണ്ട്, ഓഫീസിലേക്കാണോ? ഞാൻ ആ വഴിയാ, വേണമെങ്കിൽ കൊണ്ടുവിടാമെന്ന് വിക്രം പറയുന്നു. ഇത് കേട്ട പാട വേദ, അയ്യോ എന്നെയോ? മറുപടിയായി വിക്രം, വേറെ ആരാ ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്? ഇത് വല്ലോ സ്വപ്നോ മറ്റോ ആണോ? ശരിക്കും എന്നോട് തന്നെ പറഞ്ഞതാണോ എന്ന് വേദ ചോദിക്കുന്നു. ഇന്ന് കൊഞ്ചാതെ വേഗം ബൈക്ക് കയറാനായിട്ട് വിക്രം ആവശ്യപ്പെടുന്നു. അങ്ങനെ വേദ ഇപ്പോൾ ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ്. കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാം തന്നെ വേദയെ അഭിനന്ദിക്കുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ കേസിൽ തന്നെ ഇങ്ങനെ വിജയം കൈവരിക്കാൻ സാധിച്ചില്ലേ? ഞങ്ങളൊക്കെ ഒരു കേസിനായി നേരിട്ട് വാദിച്ചത് തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ആകെ അവധി പറയാൻ വേണ്ടി മാത്രമാണ് കോടതിയിലേക്ക് പോയത് പോലും. അതിനുശേഷം ചക്രപാണി സാർ വേദയെ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. സാർ ഇപ്പോൾ അവളോടെ സംസാരിക്കുന്നു. ജയിച്ചതെന്തായാലും ഇയാളുടെ മാത്രം ഇടുക്കുകൊണ്ട് ഒന്നുമല്ല കേട്ടോ. വേദയെ അത് ശരിവെക്കുന്നുണ്ട്. അവസാനം ശ്രീയേട്ടൻ ആ കേസ് പിൻവലിച്ചത് കൊണ്ടല്ലേ? അതെനിക്കറിയാം സാർ. അതിന്റെ പിന്നിൽ പുറത്തു നിന്നുള്ള എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് തന്നെ ചക്രപാണി വേദയോടായി ഉറപ്പിച്ചു പറയുന്നു. താനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശങ്കരനാരായണന്റെ മകളാണെന്ന് മാത്രമേ എനിക്കറിയുള്ളായിരുന്നു. വിക്രം സുധാകരന്റെ ഭാര്യയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അയാൾ തുടരുകയാണ്. ശ്രീകാര്യൻ ശ്രീനിവാസിന്റെ ചില കേസുകളൊക്കെ ഈ ഓഫീസിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അത് തുടർന്നു വരുന്നു. ഇനി അതൊക്കെ വേദയെ ഏൽപ്പിക്കാമല്ലോ അല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ വേദ മടിച്ചു നിൽക്കുകയാണ്. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചക്രപാണി ചോദിക്കുന്നു. രാവിലെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസൻ എന്നെ വിളിച്ചിരുന്നു. വിക്രം അയാളുടെ കൂടെ നിൽക്കുന്നതിൽ വേദയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് അയാളിനോട് പറഞ്ഞിരുന്നു. ഇത് കേൾക്കുന്ന വേദ, അയാളുടെ കൂട്ടത്തിൽ നിന്ന് വിക്രമനെ ഒന്ന് അകറ്റിക്കൊണ്ടുവരണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. ഇത് കേൾക്കുന്ന ചക്രപാണി, കേസുകളും ക്രിമിനലുകളും കൂടുമ്പോൾ മാത്രമല്ലേ നമ്മൾ വക്കീലന്മാർക്ക് പണിയുള്ളൂ. ഇതിന് മറുപടിയായി വേദ, അങ്ങനെ ഒരു ക്രിമിനൽ സ്വന്തം ഭർത്താവാണെങ്കിലോ? അത് ഒരു വക്കീലും ആഗ്രഹിക്കില്ലല്ലോ. തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള വിക്രമിനെ എനിക്ക് മുന്നേ അറിയുമെന്ന് പറഞ്ഞാൽ അയാൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. ഇത് കേൾക്കുന്ന വേദ, എന്ന് വെച്ചാൽ വിക്രമിന്റെ കേസൊക്കെ നടക്കുന്ന സമയത്തോ? അതെ എന്ന് ചക്രപാണി പറയുന്നു. ഞാനായിരുന്നു അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ. നിങ്ങളുടെ ഭർത്താവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ആ വക്കീല് അത് ഞാൻ തന്നെ. എനിക്കതിനെപ്പറ്റി ഒന്ന് പരിശോധിക്കാൻ സാധിക്കുമോ എന്ന് വേദ ഇപ്പോൾ ചക്രപാണിയോട് ചോദിക്കുന്നു.
വേദ അവിടെ നിന്ന് മടങ്ങുന്നതിന് മുമ്പായി ചക്രപാണി ഒന്നുകൂടി പറയുന്നുണ്ട്. ശ്രീനിവാസൻ വേദയോടായി ഒന്ന് പറയാനായിട്ട് ആവശ്യപ്പെട്ടു. വിക്രമിനെ ഇനി ഒരിക്കലും തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന്. അന്നേ ദിവസം വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് വേദ വീട്ടിലേക്ക് എത്തുകയാണ്. ഈ സമയം കമല സുധാകരൻ മാഷിനായി ചായ കൊണ്ട് കൊടുക്കുമ്പോൾ മാഷ് അത് വേദയ്ക്ക് കൊടുക്കാനായിട്ട് പറയുന്നു. അവള് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നതല്ലേ, അത് വേണ്ടെന്നാണ് വേദ പറയുന്നത്. കമല മാഷിനോടായി പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ മാഷിന് വേറെ ഇട്ടുകൊണ്ട് തരാം, ഇത് വേദയ്ക്ക് കൊടുക്കട്ടെ. ഇത് കേൾക്കുന്ന വേദ, അമ്മ ഇത് അച്ഛന് തന്നെ കൊടുത്തേക്ക്, എനിക്ക് പിന്നീട് ഇടുന്നത് തന്നിരുന്നാൽ മതി. അതിനുശേഷം വേദ താനിപ്പോൾ ചക്രപാണി സാറിന്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്നും സാറിനോടായി സംസാരിച്ച വഴിക്ക് വിക്രമിന്റെ പഴയ കേസിനെ പറ്റി പറയുകയുണ്ടായി. അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിവരങ്ങളും ഇപ്പോഴും ആ കമ്പ്യൂട്ടറിൽ തന്നെ സുരക്ഷിതമായി ഉണ്ട്. തനിക്ക് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു അസാമാന്യത ഫീൽ ചെയ്യുന്നു എന്ന് വേദ ഇപ്പോൾ മാഷിനോടായി പറയുന്നു. പിന്നീട് തുടർ അന്വേഷണങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെയാണ് വിക്രം കുറ്റക്കാരനെന്ന് എല്ലാവരും സ്ഥിരീകരിച്ചതെന്നാണ് വേദയുടെ ചോദ്യം. ഇത് കേൾക്കുന്ന മാഷ് തെളിവുകളെല്ലാം തന്നെ വിക്രമിനെതിരായിരുന്നു, പിന്നെ വിക്രം സമ്മതിക്കുകയും ചെയ്തല്ലോ. വേദ ഇപ്പോൾ മറ്റൊന്നുകൂടി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കാരണങ്ങളാൽ വിക്രം സ്വയം ആ കുറ്റം ഏറ്റെടുത്തതാണെങ്കിലോ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ